വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് നമ്മുടെ പള്ളിപ്പെരുന്നാളിലെ വ്ളോഗാണ് കേട്ടോ. എടുത്തു വെച്ചിട്ട് കുറേ ദിവസമായി നല്ലോണം മടി പിടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ പള്ളിപ്പെരുന്നാൾ ആഘോഷകരമായ പള്ളിപ്പെരുന്നാളാണ് കേട്ടോ. അങ്ങനെ റെഡി ആയിട്ട് ഞാനും അമ്മയും മിന്നും ബേബിച്ചിയും കുഞ്ഞോളാൻ്റെയും എല്ലാവരും പള്ളിയിലേക്ക് വിട്ടു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ മൊത്തത്തിൽ കാണാൻ വേണ്ടിയിട്ട്. കുർബാനയ്ക്ക് ഞങ്ങൾ പുറത്താണ് കേട്ടോ നിന്നത്. അല്ലെങ്കിലും ലെജൻസ് ഒരിക്കലും പള്ളിപ്പെരുന്നാളിന് കുർബാനയ്ക്കകത്ത് കയറാറില്ലല്ലോ. അങ്ങനെ പ്രദക്ഷിണമൊക്കെ ഇറങ്ങി കറക്റ്റ് പ്രദക്ഷിണമൊക്കെ തീർന്ന സമയത്താണ് കേട്ടോ പൊന്നാങ്ങളെയും എൻ്റെ നാത്തൂനും വന്നത്. അങ്ങനെ ഞങ്ങൾ പെരുന്നാൾ കളറാക്കി. പ്രദക്ഷിണം ഇറങ്ങിയ സമയത്തൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. ബേബിച്ച് ഇതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നേ. ബേബിച്ചിൻ്റെ ആയിട്ടുള്ള ആദ്യത്തെ പള്ളിപ്പെരുന്നാളായിരുന്നു കേട്ടോ ഇത്. ശില്പയുടെയും നബിയുടെയും കല്യാണം കഴിഞ്ഞിട്ടും ഫസ്റ്റ് പള്ളിപ്പെരുന്നാൾ തന്നെയായിരുന്നു. പക്ഷേ അവർ കൂടാനുണ്ടായിരുന്നില്ല. നെക്സ്റ്റ് ടൈം നമ്മൾ എന്തായാലും പൊളിക്കും. അങ്ങനെ പ്രദക്ഷിണമൊക്കെ കയറി. ദൈവം സഹായിച്ച് മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല തിരക്കായിരുന്നു, നല്ല ചൂടും ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഇറിറ്റേഷൻ ബേബിച്ചിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇത്തവണ ചെണ്ടകൊട്ടും കാര്യങ്ങളൊക്കെ സ്റ്റേജിൽ തന്നെയായിരുന്നേ. ഞങ്ങൾ വേഗം തന്നെ രൂപം മുത്താനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പോയി. ബാൻഡും ചെണ്ടയൊക്കെ നമ്മളിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. ബേബിച്ചിക്കാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ടങ്ങ് ഇറങ്ങി തുള്ളണമെന്നുണ്ടായിരുന്നു. അങ്ങനെ രൂപമുത്തലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പള്ളിയിലേക്ക് കയറി കേട്ടോ. നമ്മളൊന്ന് പള്ളിയിൽ കയറി പ്രാർത്ഥിക്കണ്ടേ. അങ്ങനെ ഞങ്ങൾ വേഗം പള്ളിയിലൊക്കെ കയറി അലങ്കാരങ്ങളൊക്കെ കണ്ടു. അപ്പോൾ കുറേ പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ തന്നെ സ്റ്റേജിൻ്റെ അടുത്തേക്ക് വിട്ടു. ബേബിച്ചിയും മിന്നുക്കുട്ടിയും നല്ല തുള്ളലായിരുന്നു. ഇത് കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. മിന്നുട്ടി ആദ്യം കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ അന്ന് ചെണ്ടകൊട്ടങ്ങ് മുറുകി കഴിഞ്ഞപ്പോഴത്തേക്ക് മിന്നുട്ടി അങ്ങ് ഇറങ്ങി. മിന്നുട്ടി ഒറ്റയ്ക്കല്ലായിരുന്നു കേട്ടോ, ബേബിച്ചി ഉണ്ടായിരുന്നു. പിന്നെ കൂട്ടിൻ്റെ ഭാവി റെപ്സി ഉണ്ടായിരുന്നു കേട്ടോ. റെപ്സിയുടെ അടുത്ത് കുറച്ച് നേരം ബേബിച്ചി പോയി ഇരിക്കുകയൊക്കെ ചെയ്തു. ഈ ഒച്ചപ്പാടൊക്കെ കേട്ടിട്ട് ബേബിച്ചിക്ക് അങ്ങോട്ട് പോകണമെന്ന് ഭയങ്കരമായിരുന്നു കേട്ടോ. എനിക്ക് അങ്ങോട്ട് കൊണ്ടുപോകാനൊന്നും പറ്റുമൊന്നുമില്ല. ഈ ക്രൗഡല്ലേ, ചൂടും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് സേഫായിട്ട് അങ്ങ് നീങ്ങിയിരുന്നു. പിന്നെ മിന്നുകുട്ടി അങ്ങ് വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് വേഗം തന്നെ ബേബിച്ചിനെ എടുക്കാൻ വേണ്ടി വന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ പള്ളിയിലെ പെരുന്നാൾ വേറൊരു വൈബ് തന്നെ കേട്ടോ. ആ വൈബ് വേറെ എങ്ങും കിട്ടിയിട്ടില്ല. അങ്ങനെ നമ്മൾ നേരെ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പെരുന്നാൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടോ. പെരുന്നാളിൽ നമ്മൾ ഐറ്റംസൊക്കെ വാങ്ങിച്ചില്ലെങ്കിൽ പിന്നെ എന്തല്ലേ കഥ. അങ്ങനെ മിന്നൂട്ടി ഓടി നടന്ന് മിന്നൂട്ടിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ മിന്നൂട്ടി ബേബിച്ചിക്കും മിന്നൂട്ടിക്കുള്ളതൊക്കെ വാങ്ങിച്ചു. പിന്നെ അമ്മയുടെ സെക്ഷൻ എത്തി. അമ്മ അത്യാവശ്യം ചെടികളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടോ. അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു സാധനങ്ങളിൽ ഒന്നാണ് ഐസ്ക്രീം. കുഞ്ഞോളാൻ്റെക്ക് ഷുഗർ ഇത്തിരി ഉള്ളതുകൊണ്ട് കുഞ്ഞോളാൻ്റെ റെസ്റ്റ് ചെയ്തു. പിന്നെ നമ്മുടെ നൈറ്റിലെ പ്രോഗ്രാം ആയിരുന്നു കേട്ടോ. അതും കൂടി നമ്മുടെ പെരുന്നാൾ കളറാക്കി. അപ്പോൾ ഇത്രയുള്ളൂ ഗായ്സ്.